പത്തനംതിട്ട മൈലപ്രയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ ബസ്സുമായി കൂട്ടിയിടിച്ചു. ആന്ധ്ര സ്വദേശികളായ തീർത്ഥാടകർക്ക് പരിക്ക്. സ്വകാര്യ ബസ്സിലെ യാത്രക്കാർക്കും പരിക്കുണ്ട്. ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനമാണ് പത്തനംതിട്ട മൈലപ്രയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. ആന്ധ്ര സ്വദേശികളായ തീർത്ഥാടകർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. സ്വകാര്യ ബസ്സുമായിട്ടാണ് ഈ വാഹനം കൂട്ടിയിടിച്ചത്. ഈ സ്വകാര്യ ബസ്സിൽ സഞ്ചരിച്ച യാത്രക്കാർക്കും പരിക്കുണ്ട്. ശബരിമല തീർത്ഥാടകർ, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയം മുൻപാണ് ഉന്മേഷ ഈ ഒരു അപകടം നടന്നത്. കാറ് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് വരുന്ന അയ്യപ്പ ഭക്തരുടേതായിരുന്നു. അവർ അവിടെ നിന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. അല്പസമയം മുൻപ് ഒരു സ്വകാര്യ ബസ്സുമായി, വേണാട് എന്നാണ് സ്വകാര്യ ബസ്സിൻ്റെ പേരെന്ന് മനസ്സിലാക്കുന്നു, ആ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇത് കൂടാതെ മറ്റൊരു ഓട്ടോയിലേക്കും ഇപ്പോൾ കൂട്ടിയിടിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഓട്ടോയുടെ ദൃശ്യങ്ങളാണ് ക്യാമറമാൻ പകർത്തുന്നത്. ഈ ഓട്ടോയിലേക്കും കൂട്ടിയിടിച്ചു. ഈ ഓട്ടോയിലെ ഡ്രൈവർക്കും ചെറിയ തോതിൽ എന്തോ പരിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാര്യമായ പരിക്കല്ല. ഈ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച വാഹനത്തിലുണ്ടായിരുന്നത് 4 അയ്യപ്പ ഭക്തന്മാരും ഒരു കുഞ്ഞുമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി ആ ബസ് കണ്ടക്ടറും ഡ്രൈവറും അടക്കമുള്ള ആളുകൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ദൃക്സാക്ഷിയോട് ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. ഇതിന്റെ ദൃക്സാക്ഷിയാണ്. ചേട്ടൻ്റെ പേരെന്താ? മനോജ്. ഇവിടെ എങ്ങനെ? ഞാൻ ടാക്സി ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഇങ്ങോട്ട് ഓട്ടം വന്ന ഇവിടെ ബസ് ഇത് കണ്ടുകൊണ്ട് അവിടെ വരെ ആ മതിലേ വരെ ഒതുക്കി അവിടെ തൊട്ട് വെട്ടി വരിക. അത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അദ്ദേഹം സൈഡിലാവാൻ ഇടിച്ചത്, ഫ്രണ്ടിലല്ല. ഫ്രണ്ടിൽ ഇടിച്ചിട്ടില്ല. അതിൻ്റെ സൈഡിലാണ് ഇടിച്ച്. ബസ് ഡ്രൈവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? അവിടെ പെട്ടെന്ന് വണ്ടി അവിടെ നിന്ന് വലത്തായി. ഈ കാറ് പെട്ടെന്ന് വലത്തായിട്ട് നേരെ റോങ് സൈഡ് ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ആളുകൾ മടന്ന് കയറിയത്. പക്ഷെ അവർ ഉറങ്ങിപ്പോയതാ. എന്നിട്ട് ഇവിടുന്ന് വണ്ടി വലത്തായി വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പിന്നെ നമ്മൾ ചവിട്ട് വന്നെങ്കിൽ ഈ മതിലും പൊളിച്ച് വണ്ടി അപ്പുറത്ത് പോകത്തേ ഉള്ളൂ. മാക്സിമം അവിടെ കൊണ്ട് ചവിട്ടി നിർത്താനേ പറ്റുള്ളൂ. പിന്നെ കാര്യമായ പരിക്കുകൾ എന്തെങ്കിലും മറ്റു വണ്ടി കഴിക്കുന്നവർക്ക് പരിക്കുണ്ട്, കുറച്ച് ചെറിയ പരിക്കുകളുണ്ട്. പിന്നെ ഇവർക്ക് നല്ല പരിക്ക്. ഇത് കാറ് ഇവിടെ നിന്നില്ല. എത്ര പേരുണ്ട്? ഞങ്ങളുടെ വണ്ടി ഒരു 10-15 പേരിനകത്തേ ഉള്ളു. ഈ വണ്ടിയിൽ 5 പേര്, 4 പേര്, 5 പേര്, 4 പേര്, ഒരു കൊച്ചും 5 പേര്. കൊച്ചുകുട്ടി നല്ല 4 പേര്. അവർക്ക് ചെറിയ പരിക്കുണ്ടോ? അല്ല, കൊച്ചിന് കുഴപ്പമൊന്നുമില്ല. കൊച്ചു ബാക്കിലായിരുന്നു. കൊച്ചിന് കുഴപ്പമൊന്നുമില്ല. ശരി ശ്രീജിത്ത്, പത്തനംതിട്ട മൈലപ്രയിലാണ് ഈ അപകടം ഉണ്ടായത്.